കേരളത്തിൽ ഏതാണ്ട് ഭരണകൂട ഭീകരത ഒരു ഉത്തരേന്ത്യൻ ശൈലിയിലേക്ക് കടന്നിരിക്കുക. സമരം ചെയ്തുകൊണ്ടിരുന്ന ജനപ്രതിനിധി ഉൾപ്പെടെ ഒരു MLA ഉൾപ്പെടെയാണ് പോലീസ് വലിച്ചഴച്ചുകൊണ്ട് പോയത്. എറണാകുളം DCC പ്രസിഡൻറ്റിനെയും വലിച്ചഴച്ചുകൊണ്ട് പോയി. കാരണം ഇന്നിപ്പോൾ ഏറ്റവും സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ സമരം നടത്തുന്നതിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. അതുകൊണ്ട് തന്നെ DCC പ്രസിഡൻറ്റിനെ CPMൻ്റെ നോട്ടപ്പുള്ളിയായിട്ട് കുറേ കാലമായി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരായ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ മാത്യു കൊളനാടനും മുഖ്യമന്ത്രിയുടെ നോട്ടപ്പുള്ളിയാണ്. ആ പ്രതികാരമാണ് ഇന്നലെ ഒരു സമരം കാരണം അതിൻ്റെ പേരിൽ അറസ്റ്റുണ്ടായത്. ഇപ്പോൾ ഈ ജനങ്ങൾ പല ഭാഗത്തും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ വളരെയധികം എന്താ പറയേണ്ടത് ക്ഷോഭിച്ചിരിക്കുക. ഒന്ന്, കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. വന്യമൃഗങ്ങളെ ഏത് നേരം ആക്രമിക്കാൻ കൊല്ലാന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് അവരുടെ പ്രതിഷേധം പല സന്ദർഭത്തിലും അണപൊട്ടി ഒഴുകും, സ്വാഭാവികമാണ്. ഇപ്പോൾ വയനാട് ജില്ല, ഇടുക്കി ജില്ലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളുടെ ആക്രമണം. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു മരണമുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ടായി. ഇപ്പോൾ ഇന്നലെ മാത്രമല്ലല്ലോ, വയനാട്ടിലുണ്ടായില്ലേ? വയനാട്ടിൽ പോളും അജീഷൊക്കെ മരണപ്പെട്ടപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ അവിടെയും സമരങ്ങളുണ്ടായി. പക്ഷേ കോതമംഗലത്ത് വന്നപ്പോൾ മാത്രം എന്താ ഒരു വ്യത്യസ്ത സമീപനം ഗവൺമെൻറ്റിന്. ഏതായാലും ഈ സമരം ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. സിദ്ധാർത്ഥൻ്റെ മരണത്തിനെക്കുറിച്ച് ഇപ്പോൾ ഇന്നലെ ഒരു മുൻ MLA മജിസ്ട്രേറ്റ് കോടതിയിൽ പോയ ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞ കാരണം വളരെ വിചിത്രമാണ്. എന്തോ DSP പറഞ്ഞ അനുസരിച്ച് പോയി എന്നാണ് പറയും. എന്നാലും പോകാൻ പാടില്ലല്ലോ. മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ഒരു മുൻ MLA അതൊരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ വളരെയധികം ദുരൂഹപരമായിട്ടുള്ളൊരു സാഹചര്യമാണ് കേരളത്തിൽ പരങ്ങേറുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിയും UDFും ശക്തമായിട്ട് ഇതിനെതിരെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സർക്കാരിനാണ് ഉത്തരവാദിത്വം. മറ്റു വിഷയങ്ങളിലും വന്യമൃഗങ്ങളുടെ ആക്രമണം, ഇതെല്ലാം പുറമെ ആദ്യമായിട്ട് ശമ്പളം മുടങ്ങിയ അവസ്ഥ, ഇതെല്ലാം കേരളത്തിൽ വളരെയധികം ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും വികസനത്തിൻ്റെ ക്യാപ്റ്റൻ എന്നാണ് ഇടതുപക്ഷം മുഖ്യമന്ത്രിയെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ എല്ലാ അരാജകത്വത്തിൻ്റെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും ക്യാപ്റ്റനായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഇതിൻ്റെ ശക്തമായ റിയാക്ഷൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും.